നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചതിന് പിന്നാലെ സൗദിയിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. ചികിത്സയിലുള്ള കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിരിക്കുന്നു എന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. 24 മണിക്കൂറിനിടെ 43 പേർക്ക് കൂടി കൊറോണ ബാധ സ്ഥിരീകരിച്ചതോടെയാണ് ഇത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സൗദിയിൽ 2028 കൊറോണ രോഗികളാണ് ചികിത്സയിലുള്ളത്. കൂടുതൽ രോഗികൾ ചികിത്സയിൽ കഴിയുന്നത് ജിദ്ദയിലാണ്. ഇവിടെ 243 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള റിയാദിൽ 114 പേരും, മക്കയിൽ 109 പേരും, മദീനയിൽ 106 പേരും, യാംബുവിൽ 67 പേരും ചികിത്സയിൽ കഴിയുന്നു. രാജ്യത്ത് പുതുതായി 26 കൊറോണ ബാധിതർ രോഗമുക്തി നേടുകയും ഒരു കൊറോണ രോഗി മരിക്കുകയും ചെയ്തു. 37 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സൗദിയിൽ ഇതുവരെ 5,49,955 പേർക്കാണ് കൊറോണ ബാധ സ്ഥിരീകരിച്ചത്. ഇക്കൂട്ടത്തിൽ 5,39,082 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. 8,845 പേർ മരണപ്പെടുകയും ചെയ്തു. കൊറോണ ബാധ സംശയിച്ച് 24 മണിക്കൂറിനിടെ 42,931 പേർക്ക് PCR പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. സൗദിയിൽ ഇതുവരെ 3,17,41,301 PCR പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം കൊറോണ വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. വടക്കേ ആഫ്രിക്കൻ രാജ്യത്ത് നിന്നെത്തിയ സൗദി പൗരനിലാണ് ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് പരിവർത്തനം സംഭവിച്ച ഒമിക്രോൺ കൊറോണ വൈറസ് വേരിയന്റ് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിക്കാനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും ശക്തിയുള്ളതാണ്. ഒമിക്രോൺ പടരുന്ന സാഹചര്യത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വരുന്നതും പോകുന്നതുമായ വിമാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മലാവി, സാംബിയ, മഡഗാസ്കർ, അങ്കോള, സീഷെൽസ്, മൗറീഷ്യസ്, കൊമറോസ് എന്നീ രാജ്യങ്ങൾക്കാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ എത്തുന്ന സൗദി ഇതര യാത്രക്കാർക്ക് മറ്റു രാജ്യങ്ങളിൽ 14 ദിവസം ചെലവഴിച്ചാലും സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ഉണ്ടാകില്ല. ഇതിനിടയിൽ ഇന്ത്യയുടെ കോവാക്സിൻ ഉൾപ്പെടെ 4 വാക്സിനുകൾക്ക് കൂടി സൗദി അറേബ്യ അംഗീകാരം നൽകി. ചൈനയുടെ സിനോഫോം, സിനോവാക്, ഇന്ത്യയുടെ കോവാക്സിൻ, റഷ്യയുടെ സ്പുട്നിക് തുടങ്ങിയ വാക്സിനുകൾക്കാണ് സൗദി അംഗീകാരം നൽകിയത്. അംഗീകാരമുള്ള വാക്സിനുകളുടെ 2 ഡോസ് സ്വീകരിക്കുന്നവർക്ക് സൗദിയിൽ പ്രവേശനം അനുവദിക്കും. ഫൈസർ, മൊഡേണ, ആസ്ട്രാസെനക്ക, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ 4 വാക്സിനുകൾക്കാണ് സൗദിയിൽ അംഗീകാരം ഉണ്ടായിരുന്നത്. പുതുതായി 4 വാക്സിനുകൾക്ക് കൂടി അംഗീകാരം ലഭിച്ചതോടെ ആകെ 8 വാക്സിനുകൾക്ക് സൗദിയിൽ അംഗീകാരമായിട്ടുണ്ട്. അതേസമയം അംഗീകൃത വാക്സിൻ ഡോസുകൾ പൂർത്തിയാക്കി സൗദിയിലെത്തുന്ന ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കും സന്ദർശകർക്കും 3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പാലിക്കണം. അടുത്ത ജനുവരി മുതൽ സ്പുട്നിക് വി വാക്സിനും അംഗീകാരമുണ്ടാകും. 2 ഡോസ് സ്പുട്നിക് വി വാക്സിൻ സ്വീകരിക്കുന്നവരെയും സൗദിയിൽ പ്രവേശിക്കാൻ അനുവദിക്കും. നേരത്തെ മുതൽ ഫൈസർ, മൊഡേണ, ആസ്ട്രാസെനക്ക, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ജാൻസൺ എന്നീ വാക്സിനുകൾക്ക് സൗദിയിൽ അംഗീകാരമുണ്ടായിരുന്നു. ഫൈസർ, മൊഡേണ, ആസ്ട്രാസെനക്ക വാക്സിനുകൾ 2 ഡോസ് വീതവും ജാൻസൺ 1 ഡോസുമാണ് സ്വീകരിക്കേണ്ടത്. സൗദിയിലെത്തിയ 48 മണിക്കൂറിന് ശേഷം നടത്തുന്ന PCR പരിശോധന ഫലവും നെഗറ്റീവായിരിക്കണം. അംഗീകൃത വാക്സിൻ ഡോസുകൾ പൂർത്തിയാക്കി സൗദിയിലെത്തുന്ന ഹജ്ജ് ഉംറ തീർത്ഥാടകരും സന്ദർശകരും 3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പാലിക്കൽ നിർബന്ധമാണെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. സൗദിയിലേക്ക് വരുന്ന എല്ലാവർക്കും പരിഷ്കരിച്ച മാനദണ്ഡങ്ങൾ ബാധകമാണെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.